എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. നമ്മളെല്ലാവരും തന്നെ അഭിമുഖീകരിച്ചിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും വഴിത്തർക്കം. അല്ലെങ്കിൽ നമ്മുടെ മുന്നിലോ അയൽപ്പക്കത്തോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വഴിത്തർക്കം, അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ. അതിനെ സംബന്ധിച്ചിട്ട് നമുക്ക് പറയാവുന്ന കുറച്ച് നിയമങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഈസ്മെൻ്റ് ആക്ട് അയൽ വസ്തുവിൽ നിന്ന് അന്യവസ്തുവിൽ കൂടി വഴി നടക്കുന്നതിനുള്ള അവകാശത്തെയാണ് നമ്മൾ ഈസ്മെൻ്റ് അവകാശങ്ങളെന്ന വിഭാഗത്തിൽ പെടുത്തുന്നത്. 1882 ഇന്ത്യൻ ഈസ്മെൻ്റ് നിയമത്തിലാണ് ഇത് സംബന്ധിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. പല വിധത്തിലും ആ അവകാശം നമുക്ക് സിദ്ധിക്കാൻ സാധിക്കുന്നതാണ്. വഴി അവകാശത്തിന് രേഖകൾ വേണമെന്നോ അത് അവകാശ പ്രമാണത്തിൽ പറഞ്ഞിരിക്കണമെന്നോ ഇല്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അന്യവസ്തുവിൽ കൂടി സമാധാനപരമായും അതുപോലെ തടസ്സം കൂടാതെയും തുടർച്ചയായി പരസ്യമായിട്ട് ഒരവകാശം എന്ന നിലയിൽ നമ്മൾ 20 കൊല്ലമായിട്ട് വഴി നടക്കുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്ന ആ അവകാശം നിയമത്തിൻ്റെ സംരക്ഷണം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഒരാളുടെ വസ്തു പലർക്കായിട്ട് കൊടുക്കുകയോ ഭാഗിക്കുകയോ ചെയ്യുമ്പോൾ ഏതെങ്കിലും വിഭാഗം വസ്തു ഉടമസ്ഥന് പുറത്തേക്ക് പോകാൻ മാർഗമില്ലെങ്കിൽ ഒരവകാശം എന്ന നിലയിൽ അയാൾക്ക് പുറത്തേക്ക് പോകാൻ മറ്റേതെങ്കിലും വീതക്കാരോ വഴി കൊടുക്കണമെന്നാണ് നമ്മുടെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് പ്രമാണത്തിൽ പറഞ്ഞിരിക്കണമെന്ന് നിർബന്ധമില്ല. മറ്റ് ഉടമസ്ഥന് വഴിയവകാശം ഒരു തരത്തിലും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നതൊഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റവകാശങ്ങളെല്ലാം അയാളിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും. ഉടമസ്ഥനാണ് ഭൂനികുതി ഇപ്രകാരം കൊടുക്കേണ്ടത്. നിങ്ങളുടെ വസ്തുവിൽ കൂടി വഴിയുണ്ടെന്ന് പറഞ്ഞ് ബലമായിട്ട് നിങ്ങളുടെ വസ്തു കയ്യേറണമെന്ന് ഭയമുണ്ടെങ്കിൽ നമുക്ക് മുൻസിഫ് കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നതാണ്. പഞ്ചായത്ത് റോഡാണോ പൊതുവഴിയാണോ അവിടം വരെയുള്ള വസ്തുവിൻ്റെ ഉടമ നിങ്ങളാണോ അതിന് കരം കൊടുക്കുന്നത് ആരാണ് എന്നും മറ്റും പൂർണ്ണമായ എല്ലാ വ്യവസ്ഥകളും നമുക്ക് മുൻസിഫ് കോടതിയിൽ നിന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നതാണ്. ഈസ്മെൻ്റ് ആക്ടിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കുന്നതാണ്. ഒന്നെന്ന് പറയുന്നത് ആർജിതമായിട്ട് നമുക്ക് ലഭിക്കുന്ന അവകാശം, അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോടെ അനുവദിക്കുന്ന അവകാശം. ആർജിതമായ ഈസ്മെൻ്റ് അധികാരം എന്ന് പറയുന്നത് 20 വർഷമായിട്ട് ഒരിക്കൽ പോലും യാതൊരുവിധ തടസ്സങ്ങളോ മുടക്കമോ കൂടാതെയും ഭൂ ഉടമയിൽ നിന്ന് നിയമ നടപടികളോ ഇല്ലാതെ ഒരു വഴിയോ തോടോ ഉപയോഗിച്ച് വരികയാണെങ്കിൽ ആ വഴിയിലൂടെയും തോടിലൂടെയുള്ള അവകാശം തുടർന്നും അതേ രീതിയിലുള്ള ഉപയോഗാവകാശം അയാളിൽ തന്നെ വന്നു ചേരുന്നതാണ്. ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന വഴിക്കോ തോടിനോ നിശ്ചിത വീതി നീള പരിധി ബാധകമല്ല. എന്താണ് നിലവിലുള്ള സ്ഥിതി അത് തുടർന്നു പോകാൻ സാധിക്കുന്നതാണ്. അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈസ്മെൻ്റ് അധികാരത്തിൽ പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥലവും മറ്റും വാങ്ങുമ്പോൾ അത്തരത്തിൽ സ്ഥലത്തോട് ചേർന്ന് വഴിയുടെയോ തോടിൻ്റെയോ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ടാകും. അതിൻ്റെ ഉപയോഗത്തിനുള്ള അധികാരവും അത് ഉറപ്പ് നൽകുന്ന ഇതേ വിവരണങ്ങൾ ആ വഴിയും തോടും സംബന്ധിച്ച് കടന്നുപോകുന്ന എല്ലാ സ്ഥലങ്ങളുടെയും ആധാരങ്ങളിലും മുന്നാധാരങ്ങളിലും വിവരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള അധികാരത്തെയാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈസ്മെൻ്റ് അധികാരത്തിൽ പെടുന്നത്. നിയന്ത്രിതമായ ഈസ്മെൻ്റ് അവകാശത്തിൽ പെടുന്നത് ഒരു പ്രത്യേക ആവശ്യത്തിലേക്ക് ഒരു പ്രത്യേക കാലാവധിയിൽ ഉപയോഗിക്കുന്നതിനായി വഴി തോട് എന്നിവ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ആ കണ്ടീഷൻ അനുസരിച്ച് വീഴ്ച വരുത്തുകയാണെങ്കിൽ ആ അവകാശം ഉടമയ്ക്ക് പിൻവലിക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ തടസ്സമോ മറ്റ് അവകാശങ്ങളോ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് മുൻസിഫ് കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരം തർക്കത്തിൽ കോടതി ഇപ്പോഴും സ്ഥലത്തിൻ്റെ സ്ഥിതി അന്തിമ വിധി വരെ തുടരാൻ പറയുന്നതിനാൽ കോടതിയിൽ നിന്ന് കമ്മീഷൻ വന്നിട്ട് സ്ഥല പരിശോധന നടത്തുന്നതാണ്. അപ്പോൾ യഥാർത്ഥ സ്ഥിതി കാണിച്ചു കൊടുക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ സ്ഥലത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോട്ടോഗ്രാഫുകളൊക്കെ എടുത്തു വെക്കാൻ സാധിക്കുന്നതാണ്. സ്ഥലത്തിൻ്റെ കിടപ്പിൽ ഭൂവുടമ കമ്മീഷൻ വരുന്നതിന് മുമ്പ് തന്നെ മാറ്റം വരുത്തിയത് തെളിയിക്കാൻ ഇത് നമുക്ക് സഹായകമാകുന്നതാണ്. ഇന്നത്തെ നിലയിൽ ഇത്തരം സിവിൽ കേസുകൾ തീർപ്പാക്കാൻ എടുക്കുന്ന സമയദൈർഘ്യം കാരണം കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പഴയ സ്ഥിതി തുടരാനുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുന്നതാണ് ഉത്തമം. അതുപോലെ മുനിസിപ്പാലിറ്റിയുടെയോ പഞ്ചായത്തിൻ്റെയോ ഭൂവുടമയുടെ പൊതുവഴി നടപ്പിൽ എന്തെങ്കിലും തർക്കം നേരിടുകയാണെങ്കിൽ ആ സ്ഥാപനത്തിലെ സെക്രട്ടറിമാർക്ക് നിയമ നടപടികൾ എടുക്കാവുന്നതാണ്. അതുപോലെ വില്ലേജ് ഓഫീസിൻ്റെ അധികാരം എന്ന് പറയുന്നത് അതിൽ തർക്കങ്ങളുണ്ടെങ്കിൽ സ്ഥലത്തിൻ്റെ അതിര് നിശ്ചയിച്ചു തരുന്നതിലേക്ക് സ്ഥലം വില്ലേജ് ഓഫീസർക്ക് സ്ഥലത്തിൻ്റെ രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് നിശ്ചിത ഫീസോടെ തർക്കത്തിൽ പങ്കാളികൾക്ക് നോട്ടീസ് നൽകിക്കൊണ്ട് അതിര് നിശ്ചയിക്കാവുന്നതാണ്. ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് താലൂക്ക് സർവേയറോ അല്ലെങ്കിൽ ജില്ലാ സർവേയർ
വന്ന് പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. സ്ഥലം വാങ്ങുമ്പോഴും അടുത്തുള്ള സ്ഥലങ്ങൾ വിൽക്കുമ്പോഴും കൃത്യമായ അതിരുകളും വഴികളും നമ്മൾ പരസ്പരം സംസാരിച്ച് ധാരണയിലെത്തി അതിനെ ഒരു സൈറ്റ് പ്ലാൻ കരാറ് എന്നിവയിലേക്ക് മാറ്റുകയോ വസ്തുവിൻ്റെ ആധാരത്തിൽ അത് ചെയ്യുകയാണെങ്കിൽ ഇത്തരം തർക്കങ്ങൾ നമ്മൾക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.